എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇതൊരു ഓൺഗോയിങ് ഡ്രാമയാണ്. 2 എപ്പിസോഡ് മാത്രമേ റിലീസായിട്ടുള്ളൂ. 2 എപ്പിസോഡും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഡ്രാമയിലെ മെയിൻ ഹീറോ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു ഫയർ ആക്സിഡൻറ്റിൽ പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു മേജറായിട്ടുള്ളൊരു ഫയർ ആക്സിഡൻറ്റ്. അവനൊരു ഡോറ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയും അവൻ തെറിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് നല്ല സിവിയറായിട്ടുള്ള ഇഞ്ചുറി ഒക്കെ ഉണ്ടാവുന്നു. അവൻ കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരുന്നുണ്ട്. അത് കാരണം അവന് ഒരുപാട് ട്രോമാസ് ഉണ്ടാവുന്നുണ്ട്. അവൻ്റെ കാതിലെ ഒരു സൈഡിൽ കേൾവി അവന് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ടൊന്നും അവന് ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അവൻ്റെ കാര്യങ്ങൾ പോവുകയാണ്. അവൻ്റെ കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് അവന് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതിന് ശേഷമാണ് അവൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത്. ഇതിനു മുമ്പ് അവൻ്റെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അവന് ഓർമ്മയില്ലായിരുന്നു. അവൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ആക്സിഡൻറ്റിൽ. ഇവന് എപ്പോഴൊക്കെ ഹെവി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നു അപ്പോഴൊക്കെ അവന് പാനിക് അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. ഹോട്ടലിൽ വെച്ചിട്ട് അവനും അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു സ്പീക്കറിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ആ പാട്ട് കുറച്ച് ഹെവി ആയിട്ടാണ് കേൾക്കുന്നത്. അത് കാരണം അവന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അവൻ പെട്ടെന്ന് പാനിക് ആവുകയും അവളെ മുമ്പിൽ വെച്ച് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അവളും അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൻ അവളോട് പറയുന്നത്. അവന് ഇങ്ങനെ ഒരു കേൾവിക്കുറവുണ്ട്, അവന് ഒരുപാട് ഹെവി സൗണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട്. അവൾ അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഫയർ വർക്ക് നടക്കുന്ന സമയത്തും അവന് ഇതുപോലൊരു പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. ആ സമയത്ത് പക്ഷേ അവൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്കാണ് അത് ഫേസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ രണ്ടാമത് അവന് പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനെ സമാധാനിപ്പിക്കാനായിട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവന് ഇതിന് മുമ്പേ തന്നെ അറിയാം. ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ അവൻ അറിയാമായിരുന്നു. പക്ഷേ ഒരു ആക്സിഡൻറ്റ് കാരണം അവൻ എല്ലാം മറന്നു പോവുകയാണ് ചെയ്തത്. എന്നാലും ഈ പെൺകുട്ടിയുടെ മുഖം എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ എപ്പോഴൊക്കെ പടം വരയ്ക്കുന്നു അപ്പോഴൊക്കെ ആ പെൺകുട്ടിയുടെ മുഖമാണ് അവൻ അറിയാതെ വരയ്ക്കുന്നതും. ഒരു സമയം പെട്ടെന്ന് തന്നെ അവൻ ഇവളെ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവൻ അവളെ ഫോളോ ചെയ്ത് പോവുകയും അങ്ങനെയാണ് അവർ വീണ്ടും നല്ല കൂട്ടായിട്ട് മാറുന്നതും. ഈ ഡ്രാമയിൽ കൂടുതൽ പ്ലോട്ട് റിവീൽ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ 2 എപ്പിസോഡേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. 2 എപ്പിസോഡിലും ഈ ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അവർ പറയുന്നത്. വരും എപ്പിസോഡുകളിൽ ഇനിയും 6 സീൻസ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്